ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 11 വെള്ളിയാഴ്ച. ഇന്ത്യയെ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് മറ്റ് രാജ്യങ്ങൾ വിളിക്കുന്ന ഒരു ദിവസം ഉടൻ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ജനാധിപത്യ ആഘോഷത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി അത് പവിത്രമാണെന്നും നൂറ്റാണ്ടുകളുടെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത ഒരു ജീവിത രീതിയാണ് ജനാധിപത്യമെന്നും പറഞ്ഞു. പുതിയ കാർഷിക നിയമങ്ങളിൽ കർഷകർക്ക് എതിർപ്പുള്ള കാര്യങ്ങളെപ്പറ്റി തുറന്ന മനസ്സോടെ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. മണ്ടിയുടെ വിലങ്ങുകളിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അവരുടെ ഉൽപ്പന്നം മണ്ടിക്ക് പുറത്ത് എവിടെയും ആർക്കും എന്ത് വിലയ്ക്കും വിൽക്കാൻ കഴിയും. അക്കാര്യങ്ങളെല്ലാം കർഷക സംഘടനകളോട് വിശദീകരിക്കാൻ സർക്കാർ ശ്രമിച്ചു. ഉറപ്പുകൾ എഴുതി നൽകി. എന്നാൽ പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ഒറ്റ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണെന്നും കൃഷിമന്ത്രി. കർഷകർ അന്ത്യശാസനം നൽകിയ ഡിസംബർ 10 പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാത്ത സാഹചര്യത്തിൽ കർഷകർ രാജ്യവ്യാപകമായി തീവണ്ടികൾ തടയാൻ തയ്യാറെടുക്കുന്നു. സംയുക്ത കിസാൻ മഞ്ച് തീവണ്ടി തടയലിന്റെ സമയം നിശ്ചയിച്ച ശേഷം പ്രഖ്യാപനം നടത്തുമെന്ന് കർഷക നേതാക്കൾ. അന്നദാതാക്കളായ കർഷകർ തങ്ങളുടെ അവകാശങ്ങൾക്കായി തെരുവിൽ പ്രതിഷേധിക്കുമ്പോൾ മോദി കൊട്ടാരം പണിയുകയാണെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല. ജനാധിപത്യത്തിൽ അധികാരമെന്നത് വ്യാമോഹങ്ങൾ പൂർത്തീകരിക്കാനുള്ളതല്ലെന്നും പൊതുക്ഷേമത്തിനും പൊതുസേവനത്തിനുമുള്ള മാർഗമാണിതെന്നും സുർജേവാല. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് IMAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ രാജ്യവ്യാപകമായ പണിമുടക്ക് ഇന്ന്. അത്യാഹിത വിഭാഗങ്ങളെയും കോവിഡ് ചികിത്സയെയും സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സമരം. താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ തൃപ്തികരമായ മറുപടി പറഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്പീക്കറെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ചില അഴിമതി ആരോപണങ്ങളാണ് താൻ മുന്നോട്ടുവച്ചതെന്നും പക്ഷേ സ്പീക്കറുടെ മറുപടി കേട്ടപ്പോൾ അതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെയാണ് തോന്നിയതെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT സെക്രട്ടറിയുമായിരുന്ന M. ശിവശങ്കർ ഇടപെട്ട് ഹൈക്കോടതിയിൽ ഹൈലെവൽ IT ടീമിനെ നിയമിച്ചുവെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ വിശദമായി പരിശോധിച്ച് ഹൈക്കോടതി. ഹൈലെവൽ IT ടീമിനെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്നതിൽ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് വിശദമായ വസ്തുതാവിവര റിപ്പോർട്ട് തയ്യാറാക്കി. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ഘട്ട പോളിംഗിൽ 76.38% പേർ വോട്ടവകാശം വിനിയോഗിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. കോട്ടയം 73.91%, എറണാകുളം 77.13%, തൃശൂർ 75.03%, പാലക്കാട് 77.97%, വയനാട് 79.46% എന്നിങ്ങനെയാണ് ജില്ലകളിലെ പോളിംഗ് ശതമാനം. കൊച്ചി, തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 62.01%, 63.77% പോളിംഗും രേഖപ്പെടുത്തി. ധനമന്ത്രി തോമസ് ഐസക്കിന്റെ 12ാമത്തെ ബജറ്റ് അവതരണം ജനുവരി 15 നടക്കും. സംസ്ഥാന ബജറ്റിന് മുൻപുള്ള ചർച്ചകളെല്ലാം ഇപ്രാവശ്യം ഓൺലൈനായി നടത്തും. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ 1500 രൂപയായി ബജറ്റിലൂടെ വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് സൂചന. കേരളത്തിൽ ഇന്നലെ 52,769 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 4,470 പേർക്ക് കോവിഡ്-19. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 26 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 2,533ആയി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 77 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3,858 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 498 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 37 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,847 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ 59,517 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: മലപ്പുറം 700, കോഴിക്കോട് 578,
എറണാകുളം 555, തൃശൂർ 393, കോട്ടയം 346, കൊല്ലം 305, ആലപ്പുഴ 289, തിരുവനന്തപുരം 282, പാലക്കാട് 212, ഇടുക്കി 200, പത്തനംതിട്ട 200, കണ്ണൂർ 186, വയനാട് 114, കാസർഗോഡ് 110. സംസ്ഥാനത്ത് ഇന്നലെ പുതിയ 2 ഹോട്ട്സ്പോട്ടുകൾ. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ ആകെ 441 ഹോട്ട്സ്പോട്ടുകൾ. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കോളിളക്കം സൃഷ്ടിച്ച സിസ്റ്റർ അഭയ കൊലക്കേസിലെ വിചാരണ നടപടികൾ തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയിൽ പൂർത്തിയായി. കേസിൽ ഡിസംബർ 22-ന് കോടതി വിധി പറയും. അഭയ കൊല്ലപ്പെട്ട് 3 പതിറ്റാണ്ടാകുമ്പോഴാണ് കേസിൽ വിധി പറയാനൊരുങ്ങുന്നത്. സംസ്ഥാനത്ത് കണ്ടെത്തിയ പുതിയ ജനുസിൽപ്പെട്ട മലമ്പനി യഥാസമയം കണ്ടെത്തി മറ്റുള്ളവരിലേക്ക് പകരാതെ തടയാനായെന്ന് മന്ത്രി KK ശൈലജ. മലമ്പനി ലക്ഷണങ്ങളുമായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ സൈനികനിലാണ് പ്ലാസ്മോഡിയം ഓവൽ ജനുസിൽപ്പെട്ട മലമ്പനി കണ്ടെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. കൃഷി ചെയ്യുന്ന ഭൂമിയുടെ നികുതിച്ചീട്ട് ഹാജരാക്കാത്തതിന്റെ പേരിൽ ഇനി ഒരു പാട്ടകർഷകനെയും വിള ഇൻഷുറൻസ് അപേക്ഷ കൃഷിവകുപ്പ് അധികൃതർ നിരസിക്കില്ല. നികുതിച്ചീട്ടിന് പകരമായി കർഷകർ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമയുമായുള്ള പാട്ട ഉടമ്പടിയിൽ കൃഷി ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയാൽ മതിയെന്ന് കൃഷി ഡയറക്ടർ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. നിയമസഭയിലേക്ക് 2021 നടക്കാനുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ 18 വയസ്സ് തികഞ്ഞ പരമാവധി പേരെ ഉൾപ്പെടുത്താൻ സമഗ്ര പദ്ധതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള തീയതി ഡിസംബർ 31 വരെ നീട്ടിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന 1 കോടിയോളം രൂപ വില വരുന്ന 100 കിലോയിലധികം കഞ്ചാവ് മുത്തങ്ങയിൽ നിന്ന് എക്സൈസ് പിടികൂടി. 2 പേരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മുക്കം കൂടരഞ്ഞി സ്വദേശികളായ സ്വാലിഹ്, ആബിദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ വീട് BJP ഗുണ്ടകൾ ആക്രമിച്ചുവെന്ന് ആം ആദ്മി പാർട്ടി. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിട്ടുണ്ട്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യം വെച്ച് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് ദുഃഖകരമാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ ടാഗ് ചെയ്തുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ട്വീറ്റ് ചെയ്തു. ഹരിയാനയിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെ 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 14 മുതലും 9-11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 21 മുതലും ക്ലാസുകൾ ആരംഭിക്കുമെന്ന് സർക്കാർ. ക്ലാസുകളിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾ 72 മണിക്കൂറിനുള്ളിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണമെന്നും അറിയിപ്പ്. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് റദ്ദാക്കില്ലെന്നും വിദ്യാർത്ഥികളിൽ നിന്ന് ആവശ്യമുയർന്നാൽ ഓൺലൈനായി നടത്തുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ. JEE മെയിൻ പരീക്ഷയുടെ എണ്ണം കൂട്ടുമെന്നും വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടമാകാത്ത രീതിയിൽ പരീക്ഷകളെല്ലാം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുംബൈ നഗരത്തിൽ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ലഹരിമരുന്ന് വേട്ട തുടരുന്നു. ബോളിവുഡിലെ പ്രമുഖ മേക്കപ്പ് മാനായ സുരാജ് ഗോദാംബയെ കൊക്കൈനുമായി NCB വ്യാഴാഴ്ച പിടികൂടി. സീരിയൽ നടി ചിത്ര കാമരാജിന്റെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ്. മരണത്തിൽ ദുരൂഹതകളില്ലെന്നും സംഭവം ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ അറിയിച്ചതെന്നും പോലീസ്. ചിത്രയുടെ മരണത്തിൽ ഭർത്താവ് ഹേമന്തിനെതിരെ ബന്ധുക്കൾ ആരോപണമുന്നയിച്ചതിന് പിന്നാലെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബംഗാളിലെത്തിയ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം. സൌത്ത് 24 പാർഗനാസ് ജില്ലയിലെ ഡയമണ്ട് ഹാർബർ പ്രദേശത്തേക്കുള്ള യാത്രക്കിടയിലാണ് നഡ്ഡയുടെ വാഹനവ്യൂഹത്തിന് നേരെ കല്ലേറുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസാണെന്ന് BJP ആരോപിച്ചു. BJP ദേശീയാധ്യക്ഷൻ JP നഡ്ഡയുടെ വാഹനവ്യൂഹത്തിന് നേരെ ബംഗാളിലുണ്ടായ ആക്രമണത്തിൽ
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഗവർണറോടും മന്ത്രി ആവശ്യപ്പെട്ടു. ബിജെപി അധ്യക്ഷൻ ജെ.പി. നഡ്ഡയുടെ വാഹനവ്യൂഹം പശ്ചിമബംഗാളിൽ വെച്ച് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബിജെപി നേതൃത്വത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ? പലപ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവിടെയുണ്ടാവും, അല്ലെങ്കിൽ ചഡ്ഡയും നഡ്ഡയും ഫഡ്ഡയും ബഡ്ഡയുമെല്ലാം ഉണ്ടാവും. അവരുടെ യോഗങ്ങൾക്ക് ആളെ കിട്ടാതെ വരുമ്പോൾ പ്രവർത്തകരോട് ഇത്തരം നാടകങ്ങൾ കളിക്കാൻ നേതൃത്വം ആവശ്യപ്പെടുമെന്നും മമതാ ബാനർജി. അഫ്ഗാനിസ്ഥാനിൽ മാധ്യമപ്രവർത്തകയെയും ഡ്രൈവറെയും വെടിവെച്ച് കൊലപ്പെടുത്തി. എൻകാസ് ടിവിയിലെ മാധ്യമപ്രവർത്തകയും അവതാരകയുമായ മലാല മെയ്വാന്തും അവരുടെ ഡ്രൈവറുമാണ് കൊല്ലപ്പെട്ടത്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണത്തിനായി സജീവമായി പ്രവർത്തിച്ചിരുന്ന മലാല മെയ്വാന്ത് അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റ് കൂടിയാണ്. ഫേസ്ബുക്കിനെതിരെ യുഎസ് ഫെഡറൽ ട്രേഡ് കമ്മീഷനും വിവിധ യുഎസ് സ്റ്റേറ്റുകളും നൽകിയ കേസിനെ തുടർന്ന് ഫേസ്ബുക്കിനെ അതിന്റെ പ്രധാന സഹസ്ഥാപനമായ വാട്സ്ആപ്പും ഇൻസ്റ്റഗ്രാമും വിൽക്കേണ്ടി വന്നേക്കുമെന്ന് റിപ്പോർട്ട്. ചെറുകിട കമ്പനികളെ ഒഴിവാക്കുന്നതിനും മുഖ്യ എതിരാളികളെ കീഴടക്കുന്നതിനും വാങ്ങുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്ന നയമാണ് സോഷ്യൽ മീഡിയ കമ്പനിയായ ഫേസ്ബുക്ക് സ്വീകരിച്ചിരുന്നത് എന്നാരോപിച്ചാണ് കേസ്. ഇന്ത്യയിൽ ഇന്നലെ 29,338 കോവിഡ് രോഗികൾ, മരണം 411. ഇതോടെ ആകെ മരണം 1,42,222 ഇതുവരെ 97.96 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 92.90 ലക്ഷം പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 3.62 ലക്ഷം രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 3,824 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 1,575 പേർക്കും പശ്ചിമബംഗാളിൽ 2,801 പേർക്കും കർണാടകയിൽ 1,238 പേർക്കും ആന്ധ്രയിൽ 538 പേർക്കും തമിഴ്നാട്ടിൽ 1,220 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7 കോടി കടന്നു. മരണം 16 ലക്ഷത്തിലേക്ക്. ഇന്നലെ മാത്രം 6,47,438 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,93,746 പേർക്കും ബ്രസീലിൽ 53,425 പേർക്കും തുർക്കിയിൽ 30,424 പേർക്കും റഷ്യയിൽ 27,927 പേർക്കും ജർമ്മനിയിൽ 28,179 പേർക്കും ഇംഗ്ലണ്ടിൽ 20,964 പേർക്കും രോഗം ബാധിച്ചു. 12,358 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 2,776 പേരും ഇറ്റലിയിൽ 887 പേരും ബ്രസീലിൽ 769 പേരും മെക്സിക്കോയിൽ 781 പേരും ജർമ്മനിയിൽ 529 പേരും ഇംഗ്ലണ്ടിൽ 516 പേരും റഷ്യയിൽ 562 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 7.06 കോടി കോവിഡ് രോഗികളും 15.87 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. ICC ഏകദിന ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ഓസ്ട്രേലിയയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ നേടിയ 2 അർദ്ധ സെഞ്ചുറികളോടെ 870 പോയിന്റുകളുമായാണ് കോഹ്ലി 1ാം സ്ഥാനം നിലനിർത്തിയത്. പരിക്ക് കാരണം ഓസീസ് പരമ്പരയിൽ നിന്ന് വിട്ടുനിന്ന രോഹിത് ശർമ്മയാണ് 842 പോയിന്റുമായി 2ാം സ്ഥാനത്ത്. ISLൽ ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ FC മത്സരം സമനിലയിൽ. ഇരു ടീമിലെയും ഓരോ താരങ്ങൾ വീതം ചുവപ്പുകാർഡ് കണ്ട മത്സരം ഗോൾരഹിത സമനിലയിൽ കലാശിച്ചു. 75 മിനിറ്റിലേറെ 10 പേരുമായി കളിച്ച ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു ഗോൾ പോലും നേടാൻ ജംഷഡ്പൂരിന് സാധിച്ചില്ല. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.